എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിന്റെ ശൂന്യത മാറാത്തവരുണ്ടെങ്കിൽ ഈ വചനം നിന്നോടാ, നിനക്കു വേണ്ടി മാത്രം തുറക്കും. എന്തിനാണ്? ഇനി നീ വായ്പ വാങ്ങുന്നവനാകരുത്, വായ്പ കൊടുക്കുന്നവനാകണം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പകരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ചോദ്യം, ഈ അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആവർത്തന പുസ്തകം 28:1. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. അപ്പം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുകയും ദൈവത്തിന്റെ വചനം കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലാണ് ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വചനത്തിലെ അനുഗ്രഹങ്ങൾ. അതിനകത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. അടഞ്ഞു കിടക്കുന്ന വഴികളെ ചൊല്ലി കരഞ്ഞു നിലവിളിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ വചനം പറയുക, നിനക്കു വേണ്ടി ദൈവം തുറക്കും. എന്നിട്ട് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. അപ്പൊ ദൈവം ഒന്ന് തുറന്നാൽ ഒത്തിരി പേർക്ക് വേണ്ടി കൊടുക്കുവാൻ നിന്റെ കരങ്ങളിൽ കർത്താവ് തരും. എന്നിട്ട് പറയുകയാണ്, ഇനി നീ വായ്പ വാങ്ങിക്കത്തില്ല, നീ വായ്പ കൊടുക്കുന്നവനായി തീരും. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുക, എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിന്റെ ശൂന്യത മാറാത്തവരുണ്ടെങ്കിൽ ഈ വചനം നിന്നോടാ. ഹല്ലേലൂയ. യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും, നിനക്കു വേണ്ടി മാത്രം തുറക്കും. എന്തിനാണ്? ഇനി നീ വായ്പ വാങ്ങുന്നവനാകരുത്, വായ്പ കൊടുക്കുന്നവനാകണം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവെ, കൺമുമ്പിൽ നോക്കി നിൽക്കുമ്പോൾ വാതിലുകൾ അടഞ്ഞുപോയ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യഹോവ ആകാശം തുറന്ന് വായ്പ കൊടുക്കത്തക്കവണ്ണം അവരുടെ കരങ്ങളിൽ നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിനക്ക് തന്ന അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് പലർക്കും വായ്പ കൊടുക്കുവാൻ, ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.